അത് ഈ ഓണത്തിന് ഇവിടെ വലിയ പരിപാടികൾ നടത്തുന്നത് അത്തപ്പൂക്കളവും സദ്യയും മറ്റേ പല പല ചെറു മത്സരങ്ങൾ, ഈ കസരകളി, റൊട്ടിയടി എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികൾ, കൂടാതെ ഏറ്റവും ഭയങ്കര സംഭവമാക്കി ചെയ്യുന്നത് വടംവലിയാണ്. ഈ പ്രാവശ്യം വടം വലിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ 40 വയസ്സിന് മേളിലുള്ളവരാണെങ്കിൽ കുറച്ച് സൂക്ഷിച്ച് വലിക്കുന്നത് നല്ലതായിരിക്കും. പലർക്കും ഹാർട്ടിൽ ബ്ലോക്കുകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 40 വയസ്സിന് മേളുള്ളവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് എനിക്കറിയാം. അവരിൽ പലരും ബ്ലോക്ക് ഉള്ളത് അറിയാതെയൊക്കെയാണ് ജീവിച്ചു വരുന്നത്. കൊളസ്ട്രോൾ കൂടുതലോ അല്ലാത്ത സ്റ്റെയർ കേസ് കയറുമ്പോൾ അണപ്പോ വല്ലതും ഫീൽ ചെയ്തിട്ടുള്ളവരാരും വടം വലിക്കരുത്. കാരണം അത് ഒരു അറ്റാക്കിന് സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് പിന്നെ കള്ളൊക്കെ കുടിച്ചിട്ടായിരിക്കും വലിക്കുന്നത്, ഇപ്പം നല്ലപോലെ പണിയാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. എത്ര പേര് വടം വലിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒരു സംശയവും വേണ്ട, ഒരു മരണം, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസസ്, അത് ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ളവരിൽ അറ്റാക്ക് വരാതെ കഷ്ടിച്ച് പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓണാഘോഷം തുടങ്ങിയിട്ടുണ്ട്. സാധാരണ രീതി കള്ളു കുടിച്ചും വേറെന്തെങ്കിലും വേല കാണിച്ചും ഒപ്പിച്ചെടുക്കുന്ന ഈ പരിപാടി ഈ പ്രാവശ്യം വടം വലിച്ചുണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ശ്രദ്ധിക്കുക. മാക്സിമം അറിയാവുന്നവർക്കെല്ലാം പറഞ്ഞു കൊടുത്തേക്ക്, സൂക്ഷിച്ച് വലിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭർത്താവിനോടൊന്ന് പറഞ്ഞേക്കുക, ഭാര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ മുകളിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. 35 വയസ്സ് മേലോട്ടുള്ളവരുടെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡ്സോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ, അണപ്പും കതപ്പും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഈ പരിപാടിക്ക് നിൽക്കരുത്.